ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളും എല്ലാ നല്ല കാര്യങ്ങൾക്കും ഹരിയുടെ കൂടെ ഉണ്ടാകും. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ സഹസ്രനാമത്തിനെ ക്ഷണിക്കുകയാണ്. ഒരു പൊന്നാട് അണിയിച്ച് വരവേൽക്കാനായി എല്ലാവരും എനിക്കത് ഇത്രയും നല്ല ഒരു ഈ കൗൺസിലർ ജോലി തുടങ്ങിയതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്രയും മഹനീയമായ ഒരു സദസ്സിന് ഇങ്ങനൊരു വരവേൽപ്പ് കൊടുക്കാൻ ഞങ്ങൾക്കും അത് ഏറ്റുവാക്യത്തിലും ഒരു ഉണ്ടായത് വളരെ നല്ലൊരു തുടക്കം തന്നെയാണ്. ദൈവം വിജയത്തിൽ നമ്മുടെ എല്ലാവരും അനുഗ്രഹിക്കും. ഗുരു തുല്യരായ വിനായക നഗർ എന്നുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ, റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി എനിക്ക് ഒരു പരിപാടി അല്ലെങ്കിൽ ആദ്യമായി ഒരു തുടക്കം കിട്ടിയത് ശ്രീ മംഗള വിനായക ദേവി ക്ഷേത്രമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും തുടങ്ങിയതും ഭഗവാന്റെ നടയിൽ നിന്നാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴും അത് കഴിഞ്ഞ് ജയിച്ചപ്പോഴും ആദ്യം ഇവിടെ വന്ന് കൊടുത്തിട്ടാണ് പോയത്. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും എനിക്ക് ഉണ്ടാവണം. എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണാണ് ഇവിടെ കിട്ടിയത്. ഏകദേശം 700 വോട്ട് പോൾ ചെയ്തപ്പോൾ 400 വോട്ട് തന്ന് എന്നെ സഹായിച്ച ഇവിടുത്തെ എല്ലാ റെസിഡൻസിൻ്റെയും ഈ ഇവിടെ താമസിക്കുന്ന നമ്മുടെ എല്ലാ ഭാരവാഹികളുടെ സഹകരണത്തോടു കൂടിയാണ് എനിക്ക് വിജയം ഉണ്ടായത്. കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ കൗൺസിലർമാരെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. 10 ദിവസത്തിനകം ഈ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെയും പ്രധാന വ്യക്തികളെ കണ്ടെത്തി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ഒരു വികസന രേഖ നമ്മുടെ സ്റ്റേറ്റ് നേതൃത്വത്തിനെ ഏൽപ്പിക്കുകയും അത് നമ്മുടെ പ്രധാനമന്ത്രി ജനുവരി അവസാന കാലത്തിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമുക്ക് ആ വികസന രേഖ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ആവശ്യങ്ങളുമെല്ലാം എന്നെ അറിയിക്കണമെന്നും അതിനായി ഞാൻ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദമുണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.